ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് മോളിയാണ്. ഈ ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 300 ഗ്രാം മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് നെയ്മീൻ അല്ലെങ്കിൽ അയക്കൂറ എന്നൊക്കെ പറയുന്ന കിങ് ഫിഷാണ്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റി ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ മീൻ കഷ്ണങ്ങളിൽ കുറച്ച് ഉപ്പും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടി ഇത് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഇതിലോട്ട് ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ അല്പം പുളിക്ക് വേണ്ടി ഞാനൊരു പകുതി നാരങ്ങയുടെ നീരും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ഞാൻ ഈ മീൻ ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഫിഷ് മോളി ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫിഷ് മോളിക്കുള്ള മസാല ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ചൂടായ പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിലോട്ട് ഒഴിച്ചിരിക്കുന്നത്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ടൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു സവാള നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5 പച്ചമുളകും കൂടെ കീറിയത് ഇതിലോട്ട് ചേർക്കുന്നുണ്ട് എരിവിന് വേണ്ടി. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മുമ്പ് ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചതിൽ മഞ്ഞൾപ്പൊടി ഞാൻ ഓൾറെഡി ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മുമ്പ് മീൻ മാരിനേറ്റ് ചെയ്തതിൽ ഞാൻ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി മസാലയിലോട്ട് നേരത്തെ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇത് ഫ്രൈ ചെയ്യുന്നില്ല. അതിന് പകരം ഈ കുറച്ച് നേരം ഈ മസാലയിൽ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. നമ്മളിങ്ങനെ കുറച്ച് നേരം കുരുമുളക് ഉപ്പും പുളിയെല്ലാം തേച്ച് ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചുകൊണ്ട് ആ മീനിലോട്ട് ആ പുളി ഉപ്പൊക്കെ ഒന്ന് പിടിക്കും. അത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം മാത്രമേ ഈ മസാലയിൽ ഞാൻ ഈ മീൻ ഇടുന്നുള്ളൂ. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഫിഷ് മോളിയിൽ ചേർക്കാൻ വേണ്ടി ഞാൻ തേങ്ങയുടെ 1/4 പാലും 2/2 പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 കപ്പ് തേങ്ങ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ നിന്ന് 1/4 പാലും അതുപോലെ തന്നെ 2/2 പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു 1.5 കപ്പ് 2/2 പാലാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ 2/2 പാലിൽ ഇട്ടാണ് ഈ മീൻ വേവിച്ചെടുക്കുന്നത്. ഇതിലോട്ട് ഞാൻ പുളിക്ക് വേണ്ടി ഒരു ചെറിയ കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ ചെറിയ കഷ്ണം മാത്രമേ ഇടുന്നുള്ളൂ. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി പാത്രം അടിച്ചു വെച്ച് തീ കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പാത്രം ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം മീനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ മീൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്കൊന്ന് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സ്പൂൺ കൊണ്ട് ഇളക്കാതിരിക്കാനാണ് നല്ലത്, അപ്പോൾ പൊടിയാതിരിക്കും. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് തേങ്ങയുടെ 1/4 പാലാണ്. 1 കപ്പ് 1/4 പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഗ്രേവി
അല്പം തിക്കായിട്ട് വരും, അല്ലെങ്കിൽ തീരെ ലൂസായിട്ട് കിടക്കും ഈ തേങ്ങാപ്പാൽ ഒഴിച്ച കറി ആയതുകൊണ്ട്. അപ്പോൾ ഈ ഗ്രേവിക്ക് കുറച്ച് കട്ടി ഉണ്ടാവും. ഇനി ഇത് തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഗ്യാസ് ഓഫാക്കാം. ഈ ഒന്നാം പാൽ എല്ലായിടത്തും ഒന്നാകാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മീൻ പൊടിയായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ കറി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഗ്യാസ് ഓഫാക്കാം. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഫിഷ് മോളി അപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ്. ഇത് അധികം എരിവില്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും കുഴപ്പമൊന്നുമില്ല. ഇനിയും കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ച് പച്ചമുളകും അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഈ ഫിഷ് മോളിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.